മഹാനഗരത്തിലെ മലയാളികളുടെ മനസ്സിൽ സംഗീതത്തിന്റെ ഇളനീർ മധുരം പകരുന്ന മറ്റൊരു സന്ധ്യ കൂടി. 2004 രാഗലയ അക്കാദമി ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിന് തുടക്കം കുറിച്ചത് മഹാരഥന്മാരായ സംഗീതജ്ഞരുടെ സാന്നിധ്യത്തിലായിരുന്നു. സംഗീതം കൊണ്ട് നിങ്ങളെ ആരാധിച്ചത് കൊണ്ടുള്ള ഒരു ഫലം അത് ഇന്നും പോയിട്ടില്ല എന്നുള്ളതും അതിന് ദൃഷ്ടാന്തമാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഇങ്ങനെ ഒരു നിങ്ങളെല്ലാവരുടെ ആശസ്സും അനുഗ്രഹവും 2005 ജാനുവരി 1-ാം തീയതി ഇങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വന്നു. ഞാൻ നിങ്ങൾ കാണാനൊരാഗ്രഹം കൊണ്ട് ഭാവി ഒന്ന് കുറക്കാനായി നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഒരു സന്തോഷം കാണാൻ വേണ്ടി ഞാൻ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ അവാർഡ് എനിക്ക് തന്നതിന് ഞാൻ ഇതിൻ്റെ നടത്തിപ്പുകാരനായ വിജയകുമാറിന് നന്ദി പറയുന്നു. കാരണം സംഗീതാചാര്യരായ വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ലീല ചേച്ചിയുടെയും കൂടെ എനിക്ക് അവാർഡ് തരിക എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് ഞാൻ കണക്കെടുക്കുന്നത്. പാട്ടിന്റെ പാലാഴി തീർത്തവളേ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ. തുടർന്നങ്ങോട്ട് ഓരോ വർഷവും ഈ നഗരം സാക്ഷ്യം വഹിച്ചത് അതിരുകളില്ലാത്ത സംഗീതത്തിന്റെ അനിർവചനീയമായ സംഗീതരാവുകൾക്കായിരുന്നു. ഭാഷയുടെ മധുരം വാക്കുകളിൽ പകർന്നേകിയ ഗാനരചയിതാക്കൾ. എത്ര അവാർഡുകൾ മുൻപ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടുകാർ അകമഴിഞ്ഞ് ഉള്ള സ്നേഹപ്രകടനമായി നൽകുന്ന ഏത് അവാർഡും അങ്ങേയറ്റത്തെ ഒരു ബഹുമതിയായി ഞാൻ കണക്കാക്കുന്നു. അവർ വെറും പാട്ടെഴുത്തുകാർ മാത്രമായിരുന്നില്ല, കവികൾ കൂടിയായിരുന്നു. 27 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇതേ സമൂഹാനന്ദ ഹാളിൽ വെച്ച് ഒരു ശ്രീകുമാരൻ തമ്പി അർജുനൻ നൈറ്റ് നടക്കുകയുണ്ടായി. നിങ്ങളിൽ അപൂർവം ചിലരെങ്കിലും അന്ന് സന്നിഹിതരായിരുന്നിരിക്കും. 27 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഈ വേദിയിൽ വന്ന് നിങ്ങളുടെ ആദരവ് സ്വീകരിക്കുന്നു എന്നത് തീർച്ചയായും ഞങ്ങളുടെ പുണ്യമാണ്. സപ്തസ്വരങ്ങളുടെ അമൃതധാരയൊഴുക്കി മലയാള ചലച്ചിത്ര സംഗീതത്തെ ഉന്നതിയിലെത്തിച്ച സംഗീത സംവിധായകർ. മായാമോഹിനി സരസ്വതി നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരു സുഖസന്ധ്യയാ. മദവനം വീണ്ടും പ്രഭുരാഗം ചൂടി മദവനം വീണ്ടും പ്രഭുരാഗം ചൂടി ശുഭസായ
സായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം തുളസീതളമായി തിരുമലരടികളിൽ വീണെന്നമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോടി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തുനിന്നു നീ. ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ സ്വരധാരയുടെ മുത്തുമഴ പെയ്യിച്ച ഗായക പ്രതിഭകൾ. രാഗലയ ഓരോ വർഷം ആദരമർപ്പിച്ചവർ ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു.
വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗാനമേള എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം ഈശ്വര നിശ്ചയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഏവർക്കും, വിശ്വാസമില്ലാത്തവർക്കും വിശ്വാസമുള്ളവർക്കും എല്ലാം അവൻ്റെ നിശ്ചയങ്ങളാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ വളരെ ദുഃഖകരമായിട്ട് സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഈ കൊല്ലം നടന്നിട്ടുണ്ട്. അതിനെല്ലാം നാം ഏവരും നമ്മളെ കൊണ്ടെത്തുന്നത് ശക്തിയുടെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. യാ കുന്ദേന്ദു തുഷാര ഹാരധവള യാ ശുഭ്ര വക്രാന്വിതാ യാ വീണാവരദണ്ഡമണ്ഡിതകര या श्वेत पद्मासना या ब्रह्माच्युत शंकर प्रभृतिभिर्देवैः सदा पूजिता सा मां पातु सरस्वती भगवती निशेष जाड्याता निशेष जाड्याता भारती भगवती निशेष जाड्यापः भगवती भारती निशेष जाड्यापः Namaskar, namaste. I better speak in English. That's the international language. More than our mother tongue, you all understand that better, I suppose. I am grateful to Ragalaya Vijay Kumar, who has embarrassed me with so much of love and affection and brought me to Shanmukhananda once again to get all your blessings. I prayed for Ma Saraswati because they say Mukhe Mukhe Saraswati, and all the kids who have sung, they have sung extraordinarily. They sang really very, very, very well. What is the difference between them and me is I have a brand name which they don't have. That's all. 2011 രാഗലയ മ്യൂസിക് അവാർഡ് സംഗീത സംവിധായകൻ ശ്രീ ജോൺസൺ മാസ്റ്റർക്കായിരുന്നു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. ആയിരം പൂക്കൾ
പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്നുകുളം പോ ചുടുചോരയും നിറവും വിളിക്കും മുഖസൗരഭം പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്നുകുളം പോ മുംബൈ മലയാളികളുടെ കൂട്ടായ്മയ്ക്ക് മാതൃകയായ രാഗലയ അക്കാദമി ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിന്റെ 9ാമത് രാഗലയ പുരസ്കാരം മലയാളിത്തം തുളുമ്പുന്ന ഈണങ്ങളാൽ ചലച്ചിത്രഗാന ലളിത സംഗീത ശാഖയെ വിസ്മയിപ്പിച്ച ഈണങ്ങളുടെ നാട്ടുതമ്പുരാൻ രാഘവൻ മാസ്റ്റർക്കാണ്. കഴിഞ്ഞ 8 തവണയും മുംബൈ മലയാളികളെ സാക്ഷി നിർത്തിയാണ് രാഗലയ പുരസ്കാര സമർപ്പണങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ രാഘവൻ മാസ്റ്ററുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് രാഗലയയുടെ സാരഥി ശ്രീ PV വിജയകുമാറും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുകയും രാഘവൻ മാസ്റ്ററുടെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ രാഗലയ പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. വിവിധ ദൃശ്യ പത്രമാധ്യമങ്ങൾ ഈ പുരസ്കാര സമർപ്പണത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയെന്നത് രാഗലയയ്ക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. രാഘവൻ മാസ്റ്റർ ഈണമിട്ട ഗാനം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പാടി ശ്രീ PV വിജയകുമാർ തന്റെ ആദരവ് പ്രകടമാക്കി. കരിമുകിൽ കാട്ടിലെ രജനി തൻവീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനി തൻവീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. അകലെ കേരളക്കരയിൽ മനോഹരമായൊരു സായാഹ്നം ആസ്വദിച്ചിരിക്കുന്ന രാഘവൻ മാസ്റ്ററുടെ മനസ്സ് ഇങ്ങ് ഇവിടെ മുംബൈ മലയാളികൾ അദ്ദേഹത്തിനായി ഒരുക്കുന്ന സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ എത്തും എന്നത് ഉറപ്പായ കാര്യമാണ്. ഭാരതീയ കലാരംഗത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ സുപ്രസിദ്ധ നർത്തകിയും അഭിനേത്രിയുമായ സുധാചന്ദ്രന് രാഗലയ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുന്നു.